ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിഷ്ണുരാജ് ആയൂർ. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. ഓക്കെ, അപ്പോൾ 2025 ഇന്ത്യൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ഓക്കെ, അപ്പോൾ 17ാമത് വൈസ് പ്രസിഡന്റ് ഇലക്ഷനാണ് 2025 നടന്നത്. അപ്പോൾ ചോദിക്കും, എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനാണ് നടന്നത്? 17ാമത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ പോയിന്റിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ചോദിക്കും, ആരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷന് മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് 2025 ഓഗസ്റ്റ് 7. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇലക്ഷൻ നടന്ന തീയതി, വോട്ടെണ്ണൽ നടന്ന തീയതി, ഫലപ്രഖ്യാപനം നടന്ന തീയതി എല്ലാം ഒരു ദിവസമാണ്. അപ്പോൾ ഇലക്ഷൻ നടന്നത്, വോട്ടെണ്ണല്, ഫലപ്രഖ്യാപനം ഒരു ദിവസമാണ്. 2025 സെപ്റ്റംബർ 9. അപ്പോൾ 2025 സെപ്റ്റംബർ 9 ഈ മൂന്ന് കാര്യങ്ങൾ നടന്നത്. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ, അതായത് വരണാധികാരി. ഓക്കെ, ആരായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി, റിട്ടേണിംഗ് ഓഫീസർ? നമ്മുടെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വരണാധികാരി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു പോയിന്റ് കൂടെ നമ്മൾ പഠിക്കുകയാണ്. ആരാണ് നിലവിലെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ? പ്രമോദ് ചന്ദ്ര മോദി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രാജ്യസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്ര മോദി. അദ്ദേഹമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിട്ട് പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പോൾ 2 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും മത്സരിച്ചത്. ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള NDAക്ക് വേണ്ടി CP രാധാകൃഷ്ണൻ. നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയാണ് ഇന്ത്യ അലയൻസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ അലയൻസിന് വേണ്ടിയിട്ട് ബുജ്ജ് റെഡ്ഡി, സുദർശൻ റെഡ്ഡി. ഓക്കെ, അപ്പോൾ ചോദിക്കും, ഒരു പോയിന്റ് പറയുകയാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യം അറിയപ്പെടുന്ന പേരെന്ത്? ഇന്ത്യ സഖ്യം. ഫുൾ ഫോം ആണ് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇന്ത്യ സഖ്യത്തിന്റെ ഫുൾ ഫോം എന്ത്? ഓക്കെ, ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളുടെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ബുജ്ജ് റെഡ്ഡി, സുദർശൻ റെഡ്ഡി. ആരാണ്? ബുജ്ജ് റെഡ്ഡി, സുദർശൻ റെഡ്ഡി. അദ്ദേഹം തെലങ്കാന സ്വദേശിയാണ്. അപ്പോൾ ചോദിക്കും, ബി സുദർശൻ റെഡ്ഡി ഏത് സംസ്ഥാനക്കാരനാണ്? തെലങ്കാന സ്വദേശിയാണ്. അദ്ദേഹം മുൻപ് സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരുന്നു, ഗുവാഹത്തി ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗോവയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ അറിയപ്പെടുന്ന പേരാണ് ലോകായുക്ത. സംസ്ഥാനങ്ങളിലെ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ അറിയപ്പെടുന്ന പേരാണ് ലോകായുക്ത. ഓക്കെ, അപ്പോൾ ഗോവ എന്ന് പറയുന്ന സംസ്ഥാനം ആദ്യമായിട്ട് ലോകായുക്തയെ നിയമിച്ചു. അത് ബി സുദർശൻ റെഡ്ഡി ആയിരുന്നു. അപ്പോൾ ഗോവ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ബി സുദർശൻ റെഡ്ഡി ആയിരുന്നു. അത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരോട് മത്സരിച്ചത്. ഇതാണ് ബി സുദർശൻ റെഡ്ഡി, ഇത് CP രാധാകൃഷ്ണൻ. ഓക്കെ, ഇവർ രണ്ടുപേരാണ് മത്സരിച്ചത്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇനി ജയിച്ച ആളുടെ പേരാണ് CP രാധാകൃഷ്ണൻ. ഓക്കെ, ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. ജയിച്ച ആളുടെ പേരാണ് CP രാധാകൃഷ്ണൻ. ഫുൾ നെയിമാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. ഓക്കെ, തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ്. ഓക്കെ, തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ചോദിക്കും, എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 15ാമത്തെ ഉപരാഷ്ട്രപതി. 17ാമത്തെ ഉപരാഷ്ട്രപതി ഇലക്ഷൻ, 15ാമത്തെ ഉപരാഷ്ട്രപതി. ഓക്കെ, അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത തീയതിയാണ് 2025 സെപ്റ്റംബർ 12. സ്ഥാനം ഏറ്റെടുത്ത തീയതിയാണ് 2025 സെപ്റ്റംബർ 12. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ്. ഇനി അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുൻപ് മഹാരാഷ്ട്രയുടെ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി അദ്ദേഹം വഹിച്ച പദവികളെ പറ്റി പറയാൻ പോകുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയുടെ ഗവർണറായി പ്രവർത്തിച്ചു. ഓക്കെ, അതിനു മുമ്പ് ജാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ചു. ഇനി തെലങ്കാനയുടെ ഗവർണർ, അധിക ചുമതല. ഓക്കെ, അപ്പോൾ തെലങ്കാനയുടെ ആക്ടിംഗ് ഗവർണറായിട്ട് പ്രവർത്തിച്ചു. ഇനി പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ, അധിക ചുമതല. ഓക്കെ, പുതുച്ചേരിയുടെ ആക്ടിംഗ് ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് പ്രവർത്തിച്ചു. ഇനി കേന്ദ്ര കയർ ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചു 2016 മുതൽ 2020 വരെ. അപ്പോൾ 2016 മുതൽ 2020 വരെ കേന്ദ്ര കയർ ബോർഡിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ചോദിക്കും,
കേന്ദ്ര കയർ ബോർഡ് ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര കയർ ബോർഡ് ആസ്ഥാനമാണ് കൊച്ചി. ഓക്കെ, കേന്ദ്ര കയർ ബോർഡ് ആസ്ഥാനമാണ് കൊച്ചി. അപ്പോൾ കൊച്ചിയിലാണ് കേന്ദ്ര കയർ ബോർഡിന്റെ ആസ്ഥാനം. അവിടെ നമ്മുടെ കേന്ദ്ര കയർ ബോർഡിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അദ്ദേഹം 2 തവണ ലോക്സഭ മെമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, കോയമ്പത്തൂരിൽ നമ്മൾ ലോക്സഭ മെമ്പർ ആയിരുന്നു 98-ലും 99-ലും. ഓക്കെ, അപ്പോൾ 1998-ലും 99-ലും കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ലോക്സഭ എംപിയുമായിരുന്നു. അപ്പോൾ ഇതാണ് CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ്. രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആർക്കൊക്കെ എത്രയൊക്കെ വോട്ട് കിട്ടി. ഓക്കെ, നോക്കൂ. അപ്പോൾ CP രാധാകൃഷ്ണൻ അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഓക്കെ, ദേശീയ ജനാധിപത്യം സഖ്യം, അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് NDA, അതിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഓക്കെ, 452 വോട്ടുകൾ കിട്ടി CP രാധാകൃഷ്ണൻ. അതായത് വിജയിച്ച CP രാധാകൃഷ്ണന് 452 വോട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ 60.10%. അപ്പോൾ വോട്ട് ശതമാനം ചോദിക്കുകയാണെങ്കിൽ 60.10%. ഓക്കെ, വോട്ട് അദ്ദേഹത്തിന് കിട്ടി. ഇനി B സുദർശൻ റെഡ്ഡിക്ക്, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് കിട്ടി. അതായത് 39.90% വോട്ട്. അതായത് നോക്കൂ, 152 വോട്ടിന്റെ ഭൂരിപക്ഷം. ഓക്കെ, 152 വോട്ടിന്റെ ഭൂരിപക്ഷം. ഓക്കെ, 152 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ അദ്ദേഹത്തിന് കിട്ടിയത്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്? ആർക്കൊക്കെയാണ് നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവാദമുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആർക്കൊക്കെയാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷന് വോട്ട് ചെയ്യാൻ അനുവാദമുള്ളത്? നമ്മുടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും നമ്മളുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഓക്കെ, നോക്കൂ, നമ്മുടെ ലോക്സഭയുടെ പരമാവധി ശേഷിയാണ് 550. ഇനി നിലവിലെ സീറ്റുകളുടെ എണ്ണമാണ് 543. ഓക്കെ, മുൻപ് ലോക്സഭയിൽ 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പിന്നീട് അത് എടുത്തു മാറ്റി. ഇപ്പോൾ എന്തില്ല, ലോക്സഭയിൽ നോമിനേഷൻ ഒന്നുമില്ല. മുമ്പാണെങ്കിൽ 2 ആംഗ്ലോ ഇന്ത്യൻസിനെ ലോക്സഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യായിരുന്നു, അത് എടുത്തു മാറ്റി. ഇപ്പോൾ എന്തില്ല, ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ലോക്സഭയിലില്ല. ഇപ്പോൾ ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പരമാവധി ശേഷി 550, നിലവിലെ സീറ്റുകളുടെ എണ്ണം 543. ഓക്കെ, അപ്പോൾ ഈ 543 പേർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഇനി രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ രാജ്യസഭയുടെ പരമാവധി ശേഷിയാണ് 250. ഓക്കെ, രാജ്യസഭയുടെ പരമാവധി ശേഷിയാണ് 250. നിലവിലെ സീറ്റുകളുടെ എണ്ണമാണ് 245. ഇതിൽ 233 പേരെ തിരഞ്ഞെടുക്കുന്നു. 233 പേരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാം? 12 പേരെ. ഓക്കെ, ഇവിടെ വരികയാണെങ്കിൽ നോക്കൂ, നമ്മൾ പറഞ്ഞു നിലവിൽ 245 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 233 പേരെ തിരഞ്ഞെടുക്കുന്നു, 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. ഇവർക്കെല്ലാം വോട്ട് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എന്ത് ചെയ്യാം? ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. പക്ഷേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അനുവാദമില്ല. അതാണ് അത് പറയാൻ കാരണം. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി രാഷ്ട്രപതി ഇലക്ഷനിലേക്ക് പോകാം. രാഷ്ട്രപതി ഇലക്ഷനിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ അനുവാദമുള്ളത്? നോക്കൂ, ലോക്സഭ, രാജ്യസഭ എന്നിവയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവിടെ ഹൈലൈറ്റിൻ്റെ വാക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ട. ഓക്കെ, ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്,
തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. ഇലക്ടഡ് മെമ്പേഴ്സിന് മാത്രമേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ അനുവാദമില്ല. അതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. രാജ്യസഭയിലെ 12 നോമിനേറ്റ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അനുവാദമില്ല. ഓക്കെ, ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നമ്മൾക്ക് മുമ്പ് കേരളത്തിലും ഗവർണർക്ക് ഒരു ആംഗ്ലോ ഇന്ത്യനെ നിയമസഭയിലേക്ക് റെക്കമെൻഡ് ചെയ്യായിരുന്നു, നോമിനേറ്റ് ചെയ്യായിരുന്നു. അതിപ്പോൾ ഇല്ല, എടുത്തു മാറ്റി. ഓക്കെ, അപ്പോൾ നോമിനേഷൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ചോദിക്കും എന്താണ് ഡൽഹി, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവാദം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 70ാമത് ഭരണഘടനാ ഭേദഗതി. ഓക്കെ, 70ാമത് ഭരണഘടനാ ഭേദഗതി 1992. ഓക്കെ, അപ്പോൾ 70ാമത് ഭരണഘടനാ ഭേദഗതി 1992 ഡൽഹി, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവാദം നൽകുന്ന ഭരണഘടനാ ഭേദഗതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പോയിന്റ് ശ്രദ്ധിക്കണം, നമ്മുടെ ഇന്ത്യയിൽ നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇത് 92 ഈ ഭേദഗതി വരുന്നത്. അന്ന് ജമ്മു കാശ്മീർ സംസ്ഥാനമാണ്. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് അവിടെ വരാത്തത്. അത് ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, ഇനി ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. ഓക്കെ, അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. അതായത് നമുക്കറിയാം ലോക്സഭ നിയന്ത്രിക്കാൻ സ്പീക്കറുണ്ട്, അതേസമയം രാജ്യസഭ നിയന്ത്രിക്കാൻ സ്പീക്കറില്ല. പകരം സ്പീക്കർക്ക് പകരം ചെയർമാനാണ് നിയന്ത്രിക്കുന്നത്. ഏത്? ഓക്കെ, അപ്പോൾ ചെയർമാനാണ് രാജ്യസഭ നിയന്ത്രിക്കുന്നത്. അത് എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ, ഏത് വ്യക്തിയാണോ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആ വ്യക്തിയായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ. അതാണ് പറഞ്ഞിരിക്കുന്നത് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. അപ്പോൾ ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, എക്സ് ഒഫീഷ്യോ. നമ്മുടെ PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഫോറിൻ വേർഡാണ് എക്സ് ഒഫീഷ്യോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണ് ഫ്രം ദ ഓഫീസ് ഓർ ബൈ വിർച്യൂ ഓഫ് ഓഫീസ്. ഇതാണ് കറക്റ്റ്. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉത്തരമാണ് ബൈ വിർച്യൂ ഓഫ് ഓഫീസ്. മറ്റേത് ഫ്രം ദ ഓഫീസ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. ഇതാണ് നമ്മുടെ PSC പരീക്ഷകൾക്ക് ഉത്തരമായിട്ട് വരുന്നത് ബൈ വിർച്യൂ ഓഫ് ഓഫീസ്. മുമ്പ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ എന്താണ് എക്സ് ഒഫീഷ്യോ എന്ന ലാറ്റിൻ വാക്കിൻ്റെ ഇംഗ്ലീഷ്. നമ്മളിത് പലപ്പോഴും കാണാറുണ്ട്. നീതി ആയോഗിൻ്റെ ചെയർമാൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അതേപോലെ നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അത് ക്ലിയർ ആണല്ലോ? അത് അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻഖർ. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയത്. അപ്പോൾ ഒരു ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് വെച്ചാൽ 5 വർഷമാണ്. ഇദ്ദേഹം 3 വർഷമായപ്പോൾ തന്നെ രാജിവെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ആരോഗ്യപരമായ കാരണങ്ങളാൽ ജഗദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്ന് ആണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2022 ഓഗസ്റ്റ് 11 മുതൽ 2025 ജൂലൈ 21 വരെയായിരുന്നു. ഓക്കെ, അതായത് 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി. പക്ഷേ 3 വർഷമായപ്പോഴേക്ക് രാജിവെച്ചു. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, അത് പറയാനാണ് ഞാൻ പറഞ്ഞു. നോക്ക്, ഇവിടെ ആർട്ടിക്കിൾ 67A എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 67A, ആർട്ടിക്കിൾ 67A, ഇതാണ് ഇവിടെ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജഗദീപ് ധൻഖർ രാഷ്ട്രപതിക്ക് കൊടുത്ത രാജിക്കത്ത്. അപ്പോൾ അവിടെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 67. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പം എന്താ 67 പറയുന്നത്? അതായത് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഉപരാഷ്ട്രപതിക്ക് രാജിവെക്കാം, അതാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A ഉപരാഷ്ട്രപതിക്ക് 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതിക്ക് രേഖാമൂലമുള്ള കത്ത് നൽകി സ്വമേധയാ രാജിവെക്കാൻ അനുവാദം നൽകുന്നു. അതായത് 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യാം? ഉപരാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകാം. അതാണ് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A ഉപരാഷ്ട്രപതിക്ക് 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതിക്ക് രേഖാമൂലമുള്ള കത്ത് നൽകി സ്വമേധയാ രാജിവെക്കാൻ അനുവാദം നൽകുന്നു.
ഓക്കെ, ഇനി ഒരു ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൻ്റെ കൈപ്പടയിൽ എഴുതിയ കത്തിലൂടെ സ്ഥാനം രാജിവെക്കാം. ഇതാണ് ഞാനിവിടെ പറയാൻ കാരണം. ഓക്കെ, 67 പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഉപരാഷ്ട്രപതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എല്ലാ പോയിന്റുകളും. ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കണം. എത്രയാണ് ഉപരാഷ്ട്രപതിയുടെ മാസശമ്പളം? ഓക്കെ, ഉപരാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഒരു മാസം എത്ര രൂപ ശമ്പളമായിട്ട് കിട്ടും? 4 ലക്ഷം രൂപ. എത്രയാണ്? 4 ലക്ഷം രൂപ. അപ്പോൾ ഉപരാഷ്ട്രപതിക്ക് ഒരു മാസം 4 ലക്ഷം രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അതും ശമ്പളം ചോദിക്കാറുണ്ട്. അതും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിൽ ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണ്? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭ അംഗമാകാൻ വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. രാജ്യസഭ അംഗമാകാൻ വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. ഇത്രയും യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരാൾക്ക് ഉപരാഷ്ട്രപതി ഇലക്ഷനിലേക്ക് മത്സരിക്കാം. ക്ലിയർ ആണോ? ഇപ്പോൾ ഉപരാഷ്ട്രപതി യോഗ്യതയാണ് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭ അംഗമാകാൻ വേണ്ടി യോഗ്യത ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പല ആൾക്കാരും PSC ചലഞ്ചറിൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകും. എല്ലാവരും ക്ലാസ് കാണും, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ മാറ്റങ്ങളും, പുതിയ പരിഷ്കാരങ്ങളും, പുതിയ സിലബസുകളും, പിന്നെ കണ്ടന്റുള്ള ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊന്നും തന്നെ മിസ്സാവത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ ആൾക്കാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.